ഹലോ, അസ്സലാമു അലൈക്കും. ഇത് നമുക്ക് നല്ലൊരു നാടൻ ഒരു തേങ്ങ അരച്ച നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലിലൊരു തേങ്ങ അരച്ച ഒരു നാട്ടിൻപുറത്തുള്ളൊരു ചമ്മന്തി. നമ്മൾ പണ്ട് അമ്മിയിലൊക്കെ അരയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് മിക്സിയിലെ ഗ്രൈൻഡറിൽ അരയ്ക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചെറിയൊരു ചുളപ്പുള്ളി, ഇതിപ്പോൾ നമ്മുടെ നല്ല മണമുള്ള മുളക് ഉണ്ടല്ലോ, മീൻ കറിയിലൊക്കെ ഇടുന്ന മുളക്, നല്ല മണമുള്ള അതൊരു മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടെ. പച്ചമുളകിന് എല്ലാം നല്ല എരിവായതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടിയും കൂടെ എരിവായാൽ ഭയങ്കര എരിവായിരിക്കും. ആവശ്യത്തിന് തേങ്ങ ഇടാം. ഈ മുളകിന് ആവശ്യമുള്ള തേങ്ങ, ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള ചമ്മന്തി. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക മണവും രുചിയാണ്. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അമ്മിയിൽ അരയ്ക്കുന്ന പോലെ തന്നെ അടിപൊളി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. അടിപൊളി ചമ്മന്തിയാണ്. ഇനി നമ്മൾ നല്ലൊരു മുരിങ്ങയിലിട്ട് ഒഴിച്ച് കറി ഉണ്ടാക്കാം. അമ്മിയിൽ അരച്ച് ഉരുട്ടിയെടുത്ത പോലെ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. മുരിങ്ങയില ഒഴിച്ച് കറിക്ക് ഞാൻ ചെറിയൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക്, ഒരല്പം ജീരകം, ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, വേപ്പില, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ തന്നെ ആ ജീരകമെല്ലാം ഇട്ടതിന് കടുതാളിക്കുമ്പോൾ, ഈ ഒഴിച്ച് കറിക്ക് കടുതാളിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ജീരകം ഇട്ടാൽ നല്ല മണമാണ് കറിക്ക്. കടുതാളിക്കുമ്പോൾ നല്ല മണമാണ്. ഇനി ഞാനിത് 1 തണ്ട് മുരിങ്ങയിലയാണ് ഇതിലേക്കിടാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വേകാനില്ല. മുരിങ്ങയിലക്ക് ഒന്ന് ആവി ചൂട് കയറിയാൽ മതി, പെട്ടെന്നില്ല വാടിക്കിട്ടും. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ അറിയാം നമുക്ക്. ഈ മുരിങ്ങയില എങ്ങനെ എന്തുണ്ടാക്കി കഴിച്ചാലും അതിന് ടേസ്റ്റുമാണ്, നല്ല ഗുണമുള്ളതാണ്. ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കറി തേങ്ങ അരച്ചെടുക്കാം. കറിക്ക് ഒരു 4-5 നമ്മുടെ കാന്താരി മുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കൈപ്പിടിയോളം തേങ്ങ, അതൊരു 1/4 കപ്പ് തേങ്ങ. നമുക്ക് വീട്ടിലെ ആളിൻ്റെ എണ്ണ അനുസരിച്ച് തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 തണ്ട് കറിവേപ്പില, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരളവിന് ഒരു പിഞ്ച് ജീരകം. നമുക്ക് താളിക്കാൻ ജീരകം ചേർത്തുകൊണ്ട് അല്പം മതി കറിക്കരയ്ക്കാൻ. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് മുരിങ്ങയില അതിലേക്ക് അടിച്ച് വെച്ച ഒഴിച്ച് കറി ഇതിലേക്ക് ചേർക്കാം. തേങ്ങ അരച്ച കൂട്ടത്തിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ, തൈരും കൂടി അടിച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഒരു 1/2 കപ്പ് തൈരും കൂടി അടിച്ച് ചേർക്കാൻ പോവാണ്. ഒരു വലിയൊരു സ്പൂൺ തൈരും കൂടി അടിച്ച് ഇതിലേക്ക് ഒഴിക്കാം.
ഈ തൈര് നല്ല തിക്കായിരിക്കണം. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. ഇതാണ് ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ്, ഇത്രയും ലൂസായിട്ടിരിക്കണം. ഈ ആവശ്യത്തിന് ഉപ്പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം, എടുക്കണം. തിളച്ച് പോയാൽ തൈര് പിരിഞ്ഞ് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഉണക്ക മീനും കൂടി പൊരിച്ചെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഊണ് വളരെ ലളിതവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അടിപൊളിയാണ്. ഉണക്ക മീൻ റെഡിയായിട്ടുണ്ട്. മോരേറി എന്നാൽ നമ്മളെ മുരിങ്ങയില ഒഴിച്ച് കറി അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. നമുക്കിത് ഊണ് കഴിക്കാം. നല്ല ആവി പറക്കുന്ന ചോറിലേക്ക് നമുക്ക് ചമ്മന്തി, നല്ല മാങ്ങാച്ചാർ, മുരിങ്ങയില ഒഴിച്ചറി, നല്ല കാത്തോരൻ. നമ്മുടെ വാഴയുടെ തന്നെ കായാണ്, പടറ്റിക്കൊലയുടെ കാത്തോരൻ. പിന്നെ ഉണക്ക മീൻ പൊരിച്ചത്, ഇവിടെ 2 പീസ്. അടിപൊളി ഊണ്. ഇങ്ങനൊരു ഊണ് ഇന്ന് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുമോ ഇങ്ങനെ കഴിക്കാൻ? എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.